ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായിരിക്കുന്ന നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ ശബ്ദം, പരിശുദ്ധാത്മാവ് ആഴും ശക്തമായി ഇടപെടുന്ന വചനത്തിൻ്റെ തോത് ഹൃദയത്തെ തൊടുന്ന, ജീവിതത്തെ തൊടുന്ന, ജീവിതത്തിലെ വാഗ്ദത്തങ്ങളെ സ്പർശിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴും ശക്തവും വ്യക്തമായി ഇടപെടുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കൾക്കായി യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. യോബിൻ്റെ പുസ്തകം 42 അധ്യായം 9 വാക്യം, അതിൻ്റെ അവസാന ഭാഗം ഇപ്രകാരം പറയുന്നു: യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അധ്യായം 42 അധ്യായം. ഒരു നീതിമാൻ, ഒരു ഭക്തൻ എന്തുകൊണ്ട് ജീവിതത്തിൽ കഷ്ടതയിൽ കൂടെ കടന്നുപോയി ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്ന ഒരു പുസ്തകമാണ് ഇയ്യോബിൻ്റെ പുസ്തകം. എന്ന അതിൻ്റെ മറുപടികളും അതിൻ്റെ ഉത്തരങ്ങളും 42 അധ്യായത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കഷ്ടതയുടെ അധ്യായങ്ങളുണ്ടെങ്കിൽ, വേദനയുടെ അധ്യായങ്ങളുണ്ടെങ്കിൽ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ അധ്യായങ്ങളുണ്ടെങ്കിൽ ദൈവം ആദരിക്കുന്നൊരധ്യായം, ദൈവം മാനിക്കുന്നൊരധ്യായം, ദൈവം ഉയർത്തുന്നൊരധ്യായം. അതാ ദൈവത്തിൻ്റെ സ്നേഹം, അതാ ദൈവത്തിൻ്റെ കരുതൽ. ഇന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ഒരു പകലാണ്. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ദൈവത്തിൻ്റെ വൈതലേ, ദൈവം എപ്പോഴാണ് ആദരിച്ചത്? ദൈവം എപ്പോഴാണ് ഇയ്യോബിനെ മാനിച്ചത്? ഇയ്യോബിൻ്റെ സ്ഥിതി ഏത് സാഹചര്യത്തിലാണ്? തൻ്റെ അവസ്ഥ ചാരത്തിരിക്കുമ്പോഴും പൊടിയിലും ആയിരിക്കുന്ന സ്ഥിതിയിലാണ് ദൈവം ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചത്. ദൈവത്തെ ത്യജിച്ചു പറയും, ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്നൊക്കെ ശത്രു വാദിക്കുന്ന 1 അധ്യായം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ നടുവിൽ ഇയ്യോബ് മുഖത്ത് നോക്കി ത്യജിക്കുകയല്ല, മുഖത്ത് നോക്കി ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, ദൈവത്തെ വിശ്വസിക്കുക, ദൈവത്തോട് ചേർന്നിരിക്കുക, ദൈവവാദപീഠത്തിൽ ഉറ്റിരിക്കുക, പ്രാർത്ഥനയിൽ വീണ്ടും സമയം ചെലവിടുക. പിന്മാറുന്ന അനുഭവമല്ല ഇയ്യോബിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തോട് അടുക്കുവും വീണ്ടും ദൈവത്തെ കാണുമെന്നുള്ളൊരു പ്രത്യാശയ ഭക്തൻ്റെ ജീവിതത്തിൽ അകത്തളങ്ങളിൽ ശക്തിയോടെ കടന്നു വരുന്നത്. ആ അനുഭവത്തിൽ ദൈവം ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ദൈവത്തിൻ്റെ പൈതലേ, ഏത് അവസ്ഥയിലും ഏത് സാഹചര്യത്തിലും ആയിരിക്കുന്നു എന്നല്ല, അതിൻ്റെ നടുവിൽ നാം ദൈവത്തോടുള്ള ബന്ധം, ദൈവമായിട്ടുള്ള സ്നേഹത്തിൻ്റെ ആഴം, ദൈവത്തിലുള്ള ആശ്രയം, ദൈവത്തിലുള്ള വിശ്വാസം, ദൈവത്തോടുള്ള അകമഴിഞ്ഞ സ്നേഹത്തിൻ്റെ തലങ്ങൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് കാരണമായി തീരും, വിടുതലിന് കാരണമായി തീരും. നമ്മുടെ മുഖത്തെ ആദരിക്കുക ദൈവം ഒരു ദിവസം കണ്ടിട്ടുണ്ടെങ്കിൽ, നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ, അത് കാലഘട്ടങ്ങൾ എത്ര സാഹചര്യങ്ങൾ പ്രതികൂലമായാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ തലങ്ങൾ സ്വർഗം അത് വെളിപ്പെടുത്തിയിരിക്കും. ദൈവം അപ്രകാരം ചാഞ്ഞിറങ്ങി ഒരത്ഭുതം കർത്താവ് കൽപ്പിച്ചിരിക്കും. ഇന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുന്നു. എന്നെ മാനിക്കുന്ന എൻ്റെ ദൈവം, എന്നെ വിടുവിക്കുന്ന എൻ്റെ ദൈവം, എന്നെ ഉയർത്തുന്ന എൻ്റെ ദൈവം എൻ്റെ സാഹചര്യത്തെ നോക്കി ഞാൻ വിലപിക്കുകയല്ല, എൻ്റെ സാഹചര്യത്തെ നോക്കി ഞാൻ തീർന്നു എന്ന് വിധി കൽപ്പിക്കുകയല്ല, എൻ്റെ സാഹചര്യത്തെ നോക്കി ഇനി രക്ഷയില്ല എന്ന് പറയുകയല്ല, എൻ്റെ സാഹചര്യത്തെ നോക്കി ഇനി ഒന്നും നടക്കുകയല്ല എന്ന് പറയുകയല്ല. എൻ്റെ സാഹചര്യത്തിലും എൻ്റെ അവസ്ഥയിലും ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ വിശ്വാസത്തോടെ ആയിരിക്കും. ആ തലത്തിൽ വെളിപ്പെടുന്ന മഹത്വം അത് അതിശ്രേഷ്ഠമാണെന്ന് പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ദൂത് പകരുക. ദൈവത്തിൻ്റെ വൈതലേ, മുഖത്തെ ആദരിക്കുന്ന ദൈവം. ഇയ്യോബിൻ്റെ മുഖം കാണുവാൻ പലരും ആഗ്രഹിച്ചില്ല.
യോബിനെ കാണുവാൻ പലരും ഇഷ്ടപ്പെട്ടില്ല. യോബിൻ്റെ മുഖം മറന്നവരുണ്ട്, യോബിനെ ഉപേക്ഷിച്ചവരുണ്ട്, യോബിനെ ജീവിതത്തിൻ്റെ സ്ഥിതിയിൽ നിന്ന്, യോബിൻ്റെ പേര് തന്നെ ഹൃദയത്തിൽ നിന്ന് വെട്ടിക്കളഞ്ഞവരുണ്ട്. എന്നാൽ ഒരുവൻ യോബിൻ്റെ മുഖത്തെ ആദരിച്ചു, ഒരുവൻ യോബിൻ്റെ മുഖത്തെ ഓർക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പൈതലേ, പലരും മറന്ന സ്ഥിതിയിലും പലരും ഉപേക്ഷിച്ച മണ്ഡലത്തിലും ദൈവം ഓർക്കുകയാ, ദൈവം ഓർക്കുകയാ. ദൈവം ഓർക്കുമ്പോൾ നിശ്ചയ കർത്താവിൻ്റെ വാഗ്ദത്തങ്ങൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, യഹോവ യോബിനെ ഉപേക്ഷിച്ചു എന്നോ മറന്നു കളഞ്ഞു എന്നോ ജനം അവിടെ ആ സാഹചര്യത്തിൽ പറയുന്ന സാഹചര്യങ്ങൾ വെളിപ്പെട്ട് വന്നേക്കാം. എന്ന അതിൻ്റെ നടുവിൽ ഞാൻ കൂടെയുണ്ടെന്ന് തെളിയിക്കുന്നൊരു ദൈവം, ഞാൻ യോബിനെ ചേർത്ത് പിടിച്ചിരിക്കും തെളിയിക്കുന്ന ദൈവം, എന്നെ മറക്കാത്ത തൻ്റെ ഭക്തനെ ചേർത്ത് പിടിച്ചു മാനിക്കുന്നു എന്ന് തെളിയിക്കുന്ന നിലവാരത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങിയില്ലേ. ഇന്ന് പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തിൻ്റെ പൈതലേ, യോബിനെ ആദരിച്ച ദൈവം, യോബിൻ്റെ മുഖത്തെ ആദരിച്ച ദൈവം, ശ്രേഷ്ഠതയുടെ പദ്ധതികൾ ദൈവം ഇതാ ജീവിതത്തിൻ്റെ കൂടാരത്തിൽ വെളിപ്പെടുത്താൻ പോവുക. അതുപോലൊരു മാന്യത, അതുപോലൊരു ഉയർച്ച ഇതാ ജീവിതത്തിൻ്റെ മേഖലകളിൽ സ്വർഗം കൽപ്പിക്കുന്നു. യോബിനെ മറന്നവരുണ്ട്, ഉപേക്ഷിച്ചവരുണ്ട്. പക്ഷെ ദൈവത്തിനത് കഴിയത്തില്ല, ദൈവത്തിന് മറക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് യോബിൻ്റെ മുഖത്തെ ആദരിക്കുവാനാ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ദൂത് വിശ്വസിക്കട്ടെ, ആലോചന ഏറ്റെടുക്കട്ടെ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ദൈവം ഒരുവനെ ആദരിച്ച, ദൈവം ഒരുവനെ മാനിച്ച, അത് ആശ്ചര്യമായിരിക്കും. അത് വളരെ വളരെ അധികമായ അനുഗ്രഹങ്ങളായിരിക്കും. ആ തലത്തിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്ന. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യങ്ങളുടെ മേൽ കർത്താവേ മുഖത്തെ ആദരിക്കുന്നതെയോ, വാഗ്ദത്തങ്ങളെ ഓർക്കുന്നതെയോ, വാഗ്ദത്തങ്ങളുടെ നിവൃത്തി വെളിപ്പെടുത്തുന്നതെയോ ഈ ദിവസങ്ങളിൽ ചലിക്കണം, പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.